Sodium carbonate, commonly known as വാഷിംഗ് സോഡ. സോഡിയം കാർബണേറ്റ് സാധാരണയായി വാഷിംഗ് സോഡ എന്ന നാമത്തിലാണ് അറിയപ്പെടുക. സോഡിയം കാർബണേറ്റ് ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വെളുത്ത ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഇറ്റ് ഈസ് ടിപ്പിക്കലി ഫൗണ്ട് ആസ് ഹൈഡ്രേറ്റ് വിത്ത് 10 വാട്ടർ മോളിക്യൂൾസ്. അതിനെ സോഡിയം കാർബണേറ്റ് ഡെക്കാ ഹൈഡ്രേറ്റ് എന്നാണ് വിളിക്കുക. 10 വാട്ടർ മോളിക്യൂൾസ് ചേർന്നിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് അതുണ്ടാവുക. അതുകൊണ്ട് ഡെക്കാ ഹൈഡ്രേറ്റ്, സോഡിയം കാർബണേറ്റ് ഡെക്കാ ഹൈഡ്രേറ്റ് എന്നാണ് വിളിക്കുക. ഇനി നോക്കൂ, നിങ്ങൾ സോഡിയം കാർബണേറ്റിന് നമ്മൾ ഹീറ്റ് ചെയ്താൽ, അതിനെ ചൂടാക്കിയാൽ 9 ഓഫ് ദി വാട്ടർ മോളിക്യൂൾസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ റിമൂവ്ഡ് ആൻഡ് ബിക്കെയിം മോണോഹൈഡ്രേറ്റ്. അതിൽ 10ൽ 9 വാട്ടർ മോളിക്യൂൾസ് നഷ്ടപ്പെട്ടിട്ട് അതാദ്യം മോണോഹൈഡ്രേറ്റായി മാറും. മോണോഹൈഡ്രേറ്റായി മാറുക ചെയ്യാം. Na2CO3 കൂടെ 1H2O ഉണ്ടാവും. 9 വാട്ടർ മോളിക്യൂൾസ് നഷ്ടപ്പെടും. പിന്നെ നോക്കൂ, സോഡിയം കാർബണേറ്റ് ഈസ് സോല്യുബിൾ ഇൻ വാട്ടർ ഫോമിങ് കളർലെസ് ക്ലിയർ സൊല്യൂഷൻ. സോഡിയം കാർബണേറ്റ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ കളറില്ലാത്ത ക്ലിയർ ആയിട്ടുള്ള നല്ല സൊല്യൂഷൻ ലഭിക്കും. ഇനി നോക്കൂ, എബോവ് 373 കെൽവിൻ ഇറ്റ് ഫോംസ് അൺഹൈഡ്രസ് സാൾട്ട്. 373 കെൽവിൻ്റെ മുകളിലേക്ക് ചൂടാക്കിയാൽ അതിലുള്ള അവസാനത്തെ വാട്ടർ മോളിക്യൂൾ നഷ്ടപ്പെട്ട് അത് കംപ്ലീറ്റ് അൺഹൈഡ്രസ് ആയിട്ടുള്ള സാൾട്ടാവും. അതിനെ വിളിക്കുന്ന പേര് സോഡ ആഷ് എന്നാണ് വിളിക്കുക. സോഡ ആഷ് അതൊരു വെളുത്ത പൗഡറായിട്ട് മാറും. സോഡ ആഷ് വൈറ്റ് പൗഡറാണ്. 373 കെൽവിൻ മുകളിൽ ചൂടാക്കുമ്പോഴാണത് സോഡ ആഷ് ആയി മാറുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഫോക്കസ് ഏരിയയിൽ വരുന്ന അടുത്ത ഹെഡിങ് നോക്കുക. ദി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം ആണ്. ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം, സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട സംയുക്തങ്ങളാണ്. അതിൽ നമ്പർ 1 വാഷിംഗ് സോഡ. നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് 1 വാഷിംഗ് സോഡ, സെക്കൻഡ് ബേക്കിംഗ് സോഡയാണ്. വാഷിംഗ് സോഡ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും, അലക്കുകാരം. പിന്നെന്താണുള്ളത്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നമ്മൾ അപ്പക്കാരം പറയും ബേക്കിംഗ് സോഡ. ഫസ്റ്റത്തത് Na2CO3 കണ്ട 10H2O. Na2CO3 മാത്രമല്ല, എൻ്റെ കൂടെ എന്തുണ്ട്, 10 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, 10H2O. ഹൈഡ്രേറ്റ്. ഇനി അടുത്തത് എന്താണ്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ NaHCO3. നമുക്ക് ആദ്യം വാഷിംഗ് സോഡ ഒന്ന് നോക്കാം. വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പ്രോസസ്സിന്റെ പേര് സോൾവേവ് പ്രോസസ് എന്ന് പറയും. സോൾവേവ് പ്രോസസ് പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പറേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് അത് എഴുതി പഠിക്കണം, നിർബന്ധമാണ്. സ്റ്റെപ്പ് ആയിട്ട് എഴുതി പഠിക്കണം. അതിൽ ഇക്വേഷൻ ബാലൻസിങ് ഇല്ലെങ്കിലും സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു വെക്കുക. ഞാനൊന്നും ആദ്യം പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് അമോണിയ കാർബണേറ്റ് ഉണ്ടാക്കലാണ്. എന്താണ് അമോണിയ കാർബണേറ്റ്? അതിന് വേണ്ടിയത് റിയാക്ടന്റ് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്നിട്ട് നമുക്ക് അമോണിയ കാർബണേറ്റ് ലഭിക്കും. ഈ അമോണിയ കാർബണേറ്റ് എഗെയിൻ ഇതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയം ബൈ കാർബണേറ്റ് കിട്ടുക. അമോണിയം ബൈ കാർബണേറ്റ്. പിന്നീട് ഈ അമോണിയം ബൈ കാർബണേറ്റ് സോഡിയം ക്ലോറൈഡ് ഉപ്പുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, NaHCO3 കിട്ടും. സോഡിയം ബൈ കാർബണേറ്റ്. ഈ സോഡിയം ബൈ കാർബണേറ്റിന്റെ പ്രത്യേകത, അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാതെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട്, വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്, അതുകൊണ്ട് അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് ഒരു ക്രിസ്റ്റൽ ആയിട്ട് ലഭിക്കും. അത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ആ സോഡിയം ബൈ കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് Na2CO3 ലഭിക്കുക. അതിൽ നിന്നാണ് നമുക്ക് Na2CO3 ലഭിക്കുക. അതാണ് പിന്നീട് നമ്മൾ എന്താക്കുക, വാഷിംഗ് സോഡ ആക്കുക. അപ്പൊ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷനൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കാം. സിമ്പിൾ ആണ്, നോക്കാം. അതൊന്ന് എഴുതി പഠിക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് NH3 വേണം. NH3 to NH3 ആണ്. പ്ലസ് പിന്നെ എന്തൊക്കെ വേണം പറഞ്ഞത്, വാട്ടറും വേണം, കാർബൺ ഡൈ ഓക്സൈഡ്, H2O പ്ലസ് CO2. ഇവ ചേർത്തിട്ട് എന്താ ഉണ്ടായത് നോക്കൂ, അമോണിയം കാർബണേറ്റ്. NH4 twice CO3. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടായത്, അമോണിയം കാർബണേറ്റ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കൂ. ഈ അമോണിയം കാർബണേറ്റ് NH4 twice CO3 നമ്മൾ പറഞ്ഞത് എന്താ, വീണ്ടും വാട്ടറും
കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടറായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇത് റിയാക്ട് ചെയ്യാണ്. എന്തുണ്ടാവുന്നത് എന്താണ്? അമോണിയം ബൈകാർബണേറ്റ് ആണ്. അമോണിയം ബൈകാർബണേറ്റ് NH4HCO3 എഴുതുക. അമോണിയം ബൈകാർബണേറ്റ്, അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി എന്താ പറയുന്നത്? ഈ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റിന് അതാണ് ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. ഇത് NaCl ആയിട്ട് റിയാക്ട് ചെയ്യിക്കണം, ഉപ്പുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ NaCl റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മെയിൻ കിട്ടല് NaHCO3 ആണെന്ന്. NaHCO3 പിന്നെ എന്തുണ്ടാവും? അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അമോണിയം ക്ലോറൈഡ് പിന്നീട് ഞാൻ പറഞ്ഞ ഈ സോഡിയം ബൈകാർബണേറ്റിനെ NaHCO3 സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ നമ്മൾ ചൂടാക്കിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? നമ്മൾ ലാസ്റ്റ് കൂടിയതോ ഈ NaHCO3 ഞാൻ പറഞ്ഞത് ബാലൻസ്ഡ് അല്ല. നോക്കാം, NaHCO3 നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Na2CO3. അതാണ് നമുക്ക് വേണ്ടത്. വാഷിംഗ് സോഡ ആക്കുന്നത് Na2CO3. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും, വാട്ടർ ലഭിക്കും. ഇതാണ് ഇക്വേഷൻ. ഇത് പഠിക്കാൻ തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പില് അമോണിയം H2 വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ചിന്തിച്ചു, ഈ ഓക്സിജൻ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ രണ്ട് ഓക്സിജനുകൾ CO2CO3 ആവും. CO2CO3 ആവും. പിന്നെ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ടല്ലോ, വാട്ടർ. ഈ H-ഉം H-ഉം ഈ അമോണിയ NH4 ആവും. അപ്പൊ രണ്ട് H ഉണ്ടല്ലോ, അപ്പൊ രണ്ട് NH4 ഉണ്ടാവും. അതാണ് ഇത് ചേർത്ത് എഴുതിയത്. അപ്പൊ NH3 രണ്ട് NH4 ആവും. NH4 twice. പിന്നെ CO3 സൗകര്യത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി വേറെ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാൻ നോക്കും. ഇതും വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. നോക്കുമ്പോ ഇതില് ഈ കിട്ടിയ അമോണിയം കാർബണേറ്റ് വീണ്ടും H2O കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഓക്സിജൻ ഇങ്ങോട്ട് CO2ന്റെ O2 ചേർന്ന് CO3 ആയി. ഇത് CO3 ആയി. അപ്പൊ CO3 ആയിട്ട് ഇനി ഞാൻ പറയട്ടെ, ഇവിടെ ഒരു CO3 ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ രണ്ട് H ഉള്ളതില് രണ്ട് H ഒരു H ഇവിടെ HCO3 ആക്കി. ഈ CO3ന്റെ കൂടെ ചേർന്ന് HCO3 ആക്കി. ഒന്ന് ഇവിടേക്ക് വന്നിട്ട് അതിനെ HCO3 ആക്കി. അപ്പൊ എന്തായി? NH4 നോക്കൂ, എന്തായി? ഇവിടെ നോക്കൂ, NH4HCO3 ഇവിടെ രണ്ടെണ്ണം അല്ലെ? രണ്ടെണ്ണത്തിനാണ് ഇവിടെ 2 NH4HCO3 രണ്ടെണ്ണം. പിന്നെ എന്താ പറഞ്ഞ സ്റ്റെപ്പുകൾ? ഇത് NaCl റിയാക്ട് ചെയ്തിട്ട് സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാവും. ഈ സോഡിയം ഈ പ്രിപ്പറേഷൻ ഏറ്റവും വലിയ ഫീച്ചർ അതാണ് കേട്ടോ. എന്താ ഫീച്ചർ എന്ന് വെച്ചാൽ ഈ സോഡിയം ബൈകാർബണേറ്റ് NaCO3 വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. ഇത് വാട്ടറിൽ ലയിക്കാതെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയി ലഭിക്കുന്നുണ്ട്. ആ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ട് അതിനെയാണ് വീണ്ടും എന്താക്കുന്നത്? ചൂടാക്കിയിട്ട് നമ്മൾ സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരെയുണ്ട്. ഈ മെത്തേഡിലൂടെ ഈ സോൾവർ പ്രോസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ പൊട്ടാസ്യം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കും. എന്താ? K2CO3 പൊട്ടാസ്യം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ സ്റ്റെപ്പിൽ ഇവിടെയാണ് നമ്മൾ NaCl പകരം നമ്മൾ എന്ത് ചെയ്യണം? KCl ആണ് ആഡ് ചെയ്യേണ്ടത്, റിയാക്ട് ചെയ്യിക്കേണ്ടത്. സോഡിയം ക്ലോറൈഡ് പകരം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് റിയാക്ട് ചെയ്യിക്കേണ്ടത്. അപ്പൊ എന്താ അവിടെ കിട്ടാൻ നമുക്ക്? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ KHCO3 എന്നാ കിട്ടുക. KHCO3 ആണ് ഇവിടെ ലഭിക്കുക. പൊട്ടാസ്യം ബൈകാർബണേറ്റ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ KHCO3 വാട്ടർ ഹൈലി സോല്യൂബിൾ ആണ്. വാട്ടർ നന്നായി ഡിസോൾവ് ചെയ്തു പോകും. അത് പിന്നെ നമുക്ക് വേർതിരിക്കാൻ കഴിയൂല. വാട്ടറിൽ ഇടുന്ന ഡിസോൾവ് ചെയ്ത സാധനത്തെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനൊന്നും കഴിയൂല. അതുകൊണ്ട് ഈ മെത്തേഡ് K2CO പൊട്ടാസ്യം കാർബണേറ്റ് പ്രിപ്പറേഷൻ ഇത് ഫെയിലിയർ ആണ്. ഇത് പോസിബിൾ അല്ല. അപ്പോൾ സോൾവർ പ്രോസസ് ചെയ്തതിന് പറ്റില്ല. സോൾവർ പ്രോസസ് കനോട്ട് ബി എക്സ്റ്റെൻഡഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്. അതും ചോദിച്ചത് പ്രിപ്പറേഷൻ സോൾവർ പ്രോസസ് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടും നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. സിമ്പിൾ ആണ്. സ്റ്റെപ്പ് ആയിട്ട് എഴുതി പഠിച്ചാൽ ഷുവർ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ. Sodium carbonate has a variety of household and industrial uses. Sodium carbonate is used in water softening, laundry and cleaning. ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് ആക്കാനും അതേപോലെ തുണി അലക്കാനും അതേപോലെ തന്നെ ക്ലീനിങ്ങിനുമായി സോഡിയം കാർബണേറ്റ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതേപോലെ സോഡിയം കാർബണേറ്റിൻ്റെ മറ്റൊരു ഉപയോഗങ്ങളാണ് സോഡിയം കാർബണേറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്.
അതേപോലെ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്, ബൊറാക്സ് ആൻഡ് കോസ്റ്റിക് സോഡ. സോപ്പ്, ബൊറാക്സ്, കോസ്റ്റിക് സോഡ എന്നിവയുടെ നിർമ്മാണത്തിനും സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട്. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കോസ്റ്റിക് സോഡ. അതേപോലെ സോഡിയം കാർബണേറ്റ് ഈസ് ആൾസോ നെസസറി ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് പെയിൻറ്റ്സ്, പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. അല്ലേ, പെയിൻറ്റ്, അതേപോലെ പേപ്പർ, അതേപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് അതേപോലെ അനലിറ്റിക്കൽ ടെക്നിക്സിന്, അനലിറ്റിക്കൽ റിയേജൻ്റായിട്ട് ലബോറട്ടറിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സോഡിയം കാർബണേറ്റിൻ്റെ ഉപയോഗങ്ങൾ. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. സോഡിയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംയുക്തമാണ് NaHCO3 ഓർ ബേക്കിംഗ് സോഡ, അപ്പക്കാരം നമ്മൾ പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത, വെൻ ഹീറ്റഡ് ഇറ്റ് ഡീകമ്പോസസ് ആൻഡ് റിലീസസ് ബബിൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കുമിളകൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബേക്കറീസ്, കേക്കിലും ബ്രെഡിലും അതേപോലെ പാസ്ട്രീസിലൊക്കെ ഇത് ഉപയോഗിക്കും. അത് വളരെ സോഫ്റ്റ് ആയി കിട്ടും, ബ്രെഡൊക്കെ സോഫ്റ്റ് ആക്കാൻ പറ്റും. ബേക്കറിയിലൊക്കെ നിർബന്ധമായിട്ട് അപ്പോൾ ഇത് ആഡ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കൂ. പ്രിപ്പറേഷൻ, സോഡിയം കാർബണേറ്റിലേക്ക് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? NaHCO3 സോഡിയം ബൈകാർബണേറ്റ് ലഭിക്കും. ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതി പഠിക്കുക. ഇത് നേരത്തെ സോൾവ് ചെയ്ത പ്രോസസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. സോഡിയം കാർബണേറ്റ് പ്രിപ്പറേഷനിൽ 4ാമത്തെ സ്റ്റെപ്പാണ്. അതിൻ്റെ ഒരു റിവേഴ്സ് സ്റ്റെപ്പ് എന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു ഇക്വേഷനാണിത്. ഇനി ഇതിൻ്റെ യൂസസ് നോക്കൂ. വെറൈറ്റി ഓഫ് യൂസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ് സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് തന്നെ പേര്. ഇപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ എന്താ? ബേക്കിംഗ് ആണ്, ബേക്കറിയിലാണ്. ഫുഡ് പ്രൊഡക്ട്സ്, കേക്ക്, ബ്രെഡ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ്, മൈൽഡ് സ്കിൻ ആൻറ്റിസെപ്റ്റിക് ആണ്, ഒരു മരുന്നാണ്. തേർഡ്, ഹൗസ് ഹോൾഡ് ക്ലീനിങ്ങിന് ഇത് ഉപയോഗിക്കും. ഹൗസ് ഹോൾഡ് ക്ലീൻ ഇൻ മൗത്ത് വാഷസ് ആൻഡ് ടൂത്ത് പേസ്റ്റ് മറ്റൊരു ഉപയോഗമാണ് ഇതിൻ്റെ. ഇനി നോക്കൂ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ആൻറ്റാസിഡ്, അസിഡിറ്റിക്കെതിരെയുള്ള ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കും. ഒരു വീര്യം കുറഞ്ഞ ഒരു മെഡിസിനാണ് സോഡിയം ബൈകാർബണേറ്റ്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. ഇത് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിക്കും, തീ അണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ.